അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ഈ സിനിമയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നേരത്തെ ഇനി പറഞ്ഞത് രണ്ട് ഇരട്ടകൾ വളരെ മനോഹരമായിട്ട് ഒരു സിനിമയുടെ കൂടെ അവരുടെ മനസ്സും ശരീരവും പരിപൂർണമായിട്ടും അർപ്പിച്ചുകൊണ്ടൊരു ചലച്ചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് സിനിമയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിംഗ് സജീവമായിട്ട് ചെയ്തു പോരുന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ വൈകുന്നേരം. അതിന് റോഡിലും ഗാർഡിലും ജീവിതവും ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് ടൊവിനും മറ്റ് എല്ലാ ആക്ടേഴ്സിനും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം. ഓൾ ദി ബെസ്റ്റ്. ടൊവിനോയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ടൊവിനോയുടെ ഫാദറാണ് അഡ്വക്കേറ്റ് ഇല്ലിക്കൽ തോമസ്. ടൊവിനെ കാണുന്നുണ്ടോ? ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ള വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം. കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മോശമായി എന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്കുണ്ടായില്ല. പിന്നെ എൻ്റെ മകൻ്റെ അച്ഛൻ അതിൻ്റെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതിലേക്ക് അവസരം തന്ന ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരുടെ എഴുത്തുകാർക്കൊക്കെ എൻ്റെ മുന്നിൽ തെറ്റൊന്നും പറയാറില്ല. താങ്ക് യു സർ. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ സാദിഖ്, അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു പടത്തിൽ അഭിനയിക്കുക, ആ പടം സക്സസ് ആവുക, അതിനൊരു പാർട്ടി വയ്ക്കുക, അതിൽ പങ്കെടുക്കാൻ കഴിയുക, ഒരു മൊമെന്റ് കിട്ടുക. ഈ മൊമെന്റൊക്കെ കിട്ടിയിട്ട് കാലം കുറയും. ഒരുപാട് പടത്തിന്റെ മൊമെന്റ് കിട്ടിയിരിക്കുന്നുണ്ട്, 150-200 ദിവസത്തിന്റെ. പക്ഷെ ഈ അടുത്തുള്ള കാലത്തായിട്ട് മൊമെന്റുകൾ വളരെ കുറവാണ് കിട്ടാറ്. അതിൽ വളരെ സന്തോഷം. പിന്നെ ഈ പടത്തിൽ ഞാൻ എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിനു എന്നോട് പറഞ്ഞു, ചേട്ടാ അടുത്ത പടത്തിൽ ഒരു വേഷം ചെയ്യണം. ഞാൻ ജിനുവിനോട് ചോദിച്ചു എന്താണ് വേഷം വെച്ചത്? പോലീസ് വേഷമാണോ? ഞാൻ അപ്പോഴേ ജിനുവിനോട്, ജിനു എന്തിനാണ് പോലീസ് വേഷം? ചേട്ടാ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കും. ഫുൾ കഥ പറഞ്ഞപ്പോൾ ജിനുവിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ജിനുവിനോട് ചോദിച്ചു എന്താണ് ജിനു ഈ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നിയെന്ന് ചോദിച്ചപ്പോൾ ജിനു പറഞ്ഞു, ചേട്ടാ അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു കൊലപാതകമൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഡാർവിൻ എന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ പരിഹരിച്ചത്. ഒരു നിലയ്ക്ക് ഇടവും വരാൻ വിടാതെ വളരെ മനോഹരമായിട്ട്. അതിന് കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ, അതുപോലെ മറ്റു ക്രൂസ്, പിന്നെ ഹീറോ, അത് പറയേണ്ട കാര്യമല്ല. എല്ലാവരും കണ്ടൊക്കെയാണ് വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്തിരുന്ന മൂവിയാണ്. സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞവരെ ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ ഹരിശ്രീ അശോകൻ. വളരെ സന്തോഷമുണ്ട്. ഇത് കുറേ കാലങ്ങളായി ഒരു മൊമെൻ്റ് വാങ്ങിച്ചിട്ട് കുറേ മൊമെൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ടോവിനോയുടെ ഫാദർ പറഞ്ഞ പോലെ
അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിൽ അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതുപോലൊരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ മോൻ്റെ ഇതൊരു മൊമെൻ്റ് വാങ്ങണമെന്ന്. പക്ഷേ ഒരുമിച്ച് 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നമുക്ക് 2-3 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ 2 ദിവസം ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ്തുള്ളൊരു ക്യാരക്ടറായിരുന്നത്. 2 കാലഘട്ടം കാണിക്കുന്ന പടം ഗംഭീര പടമാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയിരുന്നു കണ്ടത്. എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു അസല് പടം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ പടങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം അതൊരു അത്ഭുതമാണുള്ളത്, പറഞ്ഞു പറയിപ്പിച്ച പോലെയായിപ്പോയി. എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി. Thank you.